എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചീസ് വെച്ചിട്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ, പ്രധാനമായും പിസയും മറ്റും ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്കതെല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ ചീസ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് പാൽ, നമ്മൾ ശരിക്കും കവർ പാൽ ഉപയോഗിച്ചതിനേക്കാൾ നല്ലത് നമ്മൾ ഡയറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ 2 പാക്കറ്റ് കവർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ലോണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്, നല്ല ചീസായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് കവർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഇത്ര അളവ് എടുത്തിട്ടുണ്ട്. വലിയ നാരങ്ങയാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ വരുമായിരിക്കും. ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കണം. ജസ്റ്റ് നമ്മൾ ചൂടാക്കുകയേ ചെയ്യാവുള്ളൂ, തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കൈമുക്കി നോക്കിയിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ആണെങ്കിലും ചേർക്കാം. നമ്മൾ കൂടുതൽ സിന്തറ്റിക് വിനാഗിരിയൊക്കെ ചേർക്കുന്നതിനേക്കാൾ നല്ലത് നാരങ്ങാനീര് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വൈറ്റമിൻ സി ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ നാരങ്ങാനീര് ചേർക്കുമ്പോൾ പാല് ഇങ്ങനെ പിരിഞ്ഞ് വരും. നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ശരിക്കും ആ പാലിൻ്റെ ഇതെല്ലാം നല്ലവണ്ണം ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ തുണിയൊക്കെ കെട്ടി അരിച്ചെടുക്കുക, അല്ലെങ്കിൽ വലിയ അരിപ്പയിലൂടെയൊക്കെ അരിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു കുഞ്ഞ് അരിപ്പ വെച്ചിട്ടാണ് പല പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ. ഇപ്പോൾ ഞാനിപ്പോൾ മടിച്ച് കൊണ്ടാണ് തുണിയൊന്നും എടുക്കാൻ പോകാത്തത്. അപ്പോൾ ഒരു കോട്ടൺ തുണിയിലേക്കാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറേശ്ശെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് വേണം ഇടാനായിട്ട്. ചെറിയ ചൂടുവെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് അതിനകത്തേക്ക് വേണം നമ്മളിടാൻ. അതിനകത്ത് നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനെ മുക്കി പിഴിഞ്ഞെടുക്കണം. ഓരോ പ്രാവശ്യവും ആ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കിയെടുത്ത് പിഴിയണം. ഞാൻ വീഡിയോയുടെ നീളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടിട്ട് വീണ്ടും നമ്മൾ ഇത് പൊക്കിയെടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം പിഴിയുക. അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5, 6, 7 തവണ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത് പ്രസ് ചെയ്യുന്ന പരിപാടി ആവർത്തിച്ചോളൂ. അത്രയ്ക്കും നല്ലവണ്ണം കിട്ടും നമ്മുടെ ചീസ്. ഇനി നമുക്കിത് സാധാരണ നമ്മൾ തണുത്ത ഫ്രിഡ്ജിൽ നിർത്തല്ല, സാധാരണ പൈപ്പിൽ നിന്ന് എടുക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. വെള്ളമെല്ലാം നല്ലവണ്ണം കളയിട്ട് നമുക്കെടുക്കാം. ഇനി നമുക്കിതൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്തേക്ക് ഞാൻ ഇടുകയാണ്. ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാലും മതി. പ്ലാസ്റ്റിക് കവറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രീസ് ചെയ്ത് കിട്ടും. ചെറിയ ഒരു കവറ് അതിനകത്തേക്ക് ഞാനിത് ഇട്ടിട്ട് മടക്കി നമുക്കിതിനെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇനി എടുക്കുന്ന സമയത്ത് നമ്മളിത് കുറച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രമേ എടുത്ത് ഗ്രേറ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് ആവശ്യമായ സമയത്ത് ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെളിയിൽ കുറച്ച് സമയം വെച്ചിരിക്കുക. അതിനുശേഷം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം.